തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ കൃത്രിമകാൽ നിർമ്മാണ ക്യാമ്പ് പുരോഗമിക്കുന്നു. കൃത്രിമകാൽ ആവശ്യമുള്ളവർക്കായി കാലിന്റെ അളവെടുത്ത് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. നിർമ്മിച്ച കാലുകൾ ഈ മാസം 26-ന് വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ലയൺസ് ക്ലബ്. കാലുകൾ നഷ്ടപ്പെട്ടവർക്ക് ഊന്നുവടിയും പരസഹായവുമില്ലാതെ നടക്കാനുള്ള അവസരവുമാണ് സൗജന്യ കൃത്രിമകാൽ നിർമ്മാണ വിതരണ ക്യാമ്പിലൂടെ കൂത്തുപറമ്പ് ലയൺസ് ക്ലബ്ബ് ഒരുക്കിയത്. ലയൺസ് ഇന്റർനാഷണലിന്റെ കീഴിൽ വരുന്ന മാഹി ഉൾപ്പെടെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾ സേവന മേഖലയായി പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് 38E ആഭിമുഖ്യത്തിലാണ് പുറക്കളം റോറിംഗ് റോക്കിൽ സൗജന്യ കൃത്രിമകാൽ നിർമ്മാണ ക്യാമ്പ് ആരംഭിച്ചത്. നിരവധി പേർക്കാണ് കൂത്തുപറമ്പ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി കൃത്രിമകാലുകൾ നിർമ്മിച്ചു നൽകുന്നത്. ചെന്നൈയിലെ ഒലി ഇന്ത്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തുന്നത്. പുറക്കളം റോറിംഗ് റോക്കിൽ ആരംഭിച്ച ക്യാമ്പിൽ നിലവിൽ അവസാനഘട്ടമായി കൃത്രിമകാൽ ആവശ്യമുള്ളവർക്കായി കാലിന്റെ അളവെടുത്ത് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. നിർമ്മിച്ച കാലുകൾ അനുയോജ്യമാണെന്ന് വ്യക്തമാക്കാനായി അപേക്ഷ സമർപ്പിച്ച ഏവരും തിങ്കളാഴ്ച ക്യാമ്പിൽ എത്തിയിരുന്നു. ക്യാമ്പിൽ നിന്നും കൃത്രിമകാലുകൾ നിർമ്മിക്കുന്നത് നേരിൽ കണ്ടതിന്റെ ആകാംക്ഷയും ആശ്ചര്യവുമായിരുന്നു ഏവരിലും. കൂടാതെ ലഭിച്ച കൃത്രിമകാലുകൾ കൊണ്ട് നടക്കാനുള്ള ആവേശവുമായിരുന്നു ഇവരിൽ. നല്ലൊരു പ്രവർത്തനമാണ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്നും സൗജന്യമായി കൃത്രിമകാൽ ലഭ്യമാക്കിയതിൽ ഏറെ നന്ദിയുണ്ടെന്നും അവർ പറഞ്ഞു. കാല് വെച്ച് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് വെക്കാൻ പറ്റിയല്ല, അപ്പം വെച്ച് തന്നത് വലിയ സന്തോഷം തന്നെയാണ്. ഇനിയും മുന്നോട്ട് ഇവിടെ എല്ലാവർക്കും വെച്ച് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മൾ. നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ദൈവസഹായമുണ്ട്. ഇവിടെ എത്തിപ്പെട്ട് പേപ്പറിൽ കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ഇവർ കഴിഞ്ഞ ആഴ്ച അളവെടുത്തു. അത് വലിയ സന്തോഷമുണ്ട്. ഇവരോടും എല്ലാവരോടും ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നില്ല? ഇല്ല, ഇത് ആദ്യമായിട്ടല്ലേ. തമിഴ്നാടാണ്, തമിഴ്നാട് കേരള ബോർഡറാണ്, സുൽത്താൻ ബത്തേരി അടുത്ത് പാട്ടകയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പുണ്ടെന്ന് പേപ്പറിൽ കണ്ട് വന്നതാണ്. നല്ല പ്രവർത്തനമാണ്. ലയൺസ് ക്ലബിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കായിരുന്നല്ലോ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പേപ്പർ കണ്ടു വന്നു. 35 കൊല്ലമായി കാല് നഷ്ടപ്പെട്ടു. നേരം ഞാൻ ആദ്യത്തെ കാലിട്ട് ഇവരോട് പറയുന്നത്, ആദ്യത്തെ കാലിട്ട് നടക്കും. നേരം കാലിൻ്റെ അടി തയ്യും. അന്നേരം ഞാൻ ഇവരോട് ആദ്യം വന്നിട്ട് പറയുന്നത് ശരിയാക്കി തന്നെ അടി തയ്ഞ്ഞിട്ടുണ്ട്, ചെരുപ്പിട്ട് നടക്കാൻ പറ്റില്ല. എല്ലാ ഇവരെ എല്ലാ ഇപ്പം 35 കൊല്ലത്തോൾക്ക് ഇവരെ ഇത് കൊണ്ട് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊരു രീതിയല്ലേ. ഇത്തരം ക്യാമ്പുകൾ തുടരണമെന്നും തങ്ങളെപ്പോലുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണെന്നും അവർ പറഞ്ഞു. ഈ വർഷം 300-ൽ കൂടുതൽ പേർക്ക് കൃത്രിമകാലുകൾ ലഭ്യമാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധി പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അവർക്കൊക്കെ കാൽ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ക്യാമ്പ് ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുകുന്ദനും കൂത്തുപറമ്പ് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് എന്നിവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി വരികയാണ്. അത്രയും മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. രജിസ്ട്രേഷൻ മുതൽ ഇതിൻ്റെ ഈ കാലിൻ്റെ ഇതിൻ്റെ കരാർ കൊടുക്കുക. അത് OLI ഇന്ത്യ എന്ന ചെന്നൈയിലൊരു കമ്പനിയുമായിട്ട് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് വളരെ പരിചയസമ്പന്നരായ ആൾക്കാരാണ് ഈ ഫീൽഡിൽ. ഇന്ന് നമ്മൾ അളവെടുത്ത ശേഷം അവർ പകുതി വർക്ക് ആയി, കാലിൻ്റെ പകുതി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നെ വെച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു
ഇതാണ്. അപ്പോൾ എല്ലാ പേഷ്യൻറ്റിനെയും വിളിച്ച് വരുത്തിയിട്ട് അത് ഇട്ട് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് എന്താ കറക്ഷൻ വേണ്ടത് നോക്കിയിട്ട് 26-ാം തീയതി നമുക്ക് എല്ലാ പേഷ്യൻസിനും നമ്മളിത് വിതരണം ചെയ്യും. 300-ൻ്റെ അടുത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ ഇത്ര പേഷ്യൻറ്റിന് വെച്ചിട്ട് ഓരോ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വന്നിട്ട് അവർ വെച്ച് നോക്കിയിട്ട് എന്താ കറക്ഷൻ വേണ്ടതെന്നുള്ളത് ചെയ്തിട്ട് 26-ാം തീയതി ഫൈനലായിട്ട് കൊടുക്കും. നമ്മൾ കൂത്തുപറമ്പിൽ ഇത് 10ാമത്തെ തവണയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേങ്കിൽ എല്ലാ വർഷവും പല ഡിസ്ട്രിക്റ്റിലായിട്ട്, അതായത് കണ്ണൂർ, പല ക്ലബ്ബുകളിൽ ഓരോ കഴിഞ്ഞ വർഷം കോഴിക്കോടായിരുന്നു. കോഴിക്കോട് സിൽവർ ഹിൽസ് ഏറ്റെടുത്ത് നടത്തി. അതിന് മുന്നേ തലശ്ശേരി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തി. അതിന് മുന്നത്തെ തവണ നമ്മൾ കൂത്തുപറമ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ക്ലബ്ബ് ഏറ്റെടുത്തിട്ടാണ് ഇത് നടത്തി വരാറുള്ളത്. ഈ മാസം 26-ന് അപേക്ഷ സമർപ്പിച്ച ഏവർക്കും കൃത്രിമകാൽ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ലയൺസ് ക്ലബ്ബ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.